ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 4ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ മാത്സിലെ രണ്ടാമത്തെ പാഠഭാഗമായിട്ടുള്ള ബിയോണ്ട് 1000 എന്ന പാഠഭാഗമാണ്. അപ്പോൾ ഒന്നാമത്തെ പാഠഭാഗം ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണുക. നമുക്ക് എന്തൊക്കെയാണ് ഈ രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്, ഇതിലെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ബിയോണ്ട് 1000 എന്താണ്? ബിയോണ്ട് 1000 എന്ന് പറഞ്ഞാൽ 1000 കടന്നിട്ടുള്ളതാണല്ലേ. ഇവിടെ ഒരു കാർ റേസ് ആണ് നടക്കുന്നത്. അപ്പോൾ ഒരു കുട്ടി പറയാണ് ദ റേസ് ഈസ് ഓൺ. എന്താണ്? റേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ടോട്ടോ കാർ ഈസ് ദ ഫസ്റ്റ്, സീറ്റ്സ് നമ്പർ. ടോട്ടോ കാറാണ് ഫസ്റ്റ്, അതിൻ്റെ നമ്പർ നോക്കി എന്നാണ് പറയുന്നത്. എന്താണ് അതിൻ്റെ നമ്പർ കൂട്ടുകാരെ? ഇതാണ് നമ്പർ. ഏതാണിത്? ഇത് 1000 ആണല്ലേ. നമ്മളിതുവരെ 10ഉം 100 പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് 1000 ആണ്. അപ്പോൾ 1000നെ കുറിച്ചിട്ടുള്ള ഒരു പാഠഭാഗമാണ് ഇത്. നമുക്ക് എന്തായാലും ചാപ്റ്റർ നോക്കാം. ഫൈൻഡ് ദ റിലേഷൻ. ഇവിടെ എന്താണ്? കുറച്ച് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, ചിലത് മിസ്സിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ റിലേഷൻ നോക്കിയിട്ട് ബാക്കിയുള്ളത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. ഫൈൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ നമ്പേഴ്സ് ആൻഡ് റൈറ്റ് ദ നമ്പേഴ്സ് ഇൻ ദ എംപ്റ്റി സെൽസ്. ഇവിടെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 9ഉം 10ഉം ആണ്. 9ഉം 10ഉം തമ്മിലുള്ള റിലേഷൻ എന്താണ്? 9ൻ്റെ കൂടെ പ്ലസ് ആഡ് ചെയ്യുമ്പോൾ, +1 ആഡ് ചെയ്യുമ്പോഴാണ് 10 കിട്ടുന്നത് അല്ലേ. ഇനി ഇവിടെ 100 നോക്കൂ. 100ഉം 100 ആണ്. അപ്പോൾ ഇവിടെ 100ൻ്റെ കൂടെ +1 ആഡ് ചെയ്യുമ്പോഴാണ് 100 കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ 110ൻ്റെ കൂടെ എന്ത് ചെയ്യുമ്പോഴാണ് മേലത്തെ നമ്പർ കിട്ടുക? 110ൽ നിന്നും 1 മൈനസ് ചെയ്യുമ്പോൾ കിട്ടും അല്ലേ. 1 മൈനസ് ചെയ്യുമ്പോൾ ഏത് കിട്ടും? 109 എന്ന് കിട്ടും. അതാണ് അവിടെ എഴുതേണ്ടത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 199 ആണ്. അപ്പോൾ താഴത്തെ നമ്പർ കിട്ടണമെങ്കിൽ അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? 1 ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 200 എന്ന് കിട്ടും. നെക്സ്റ്റ് വണ് 280 ആണ്. 280ൽ നിന്നും 1 മൈനസ് ചെയ്യുമ്പോഴാണ് മേലത്തെ നമ്പർ കിട്ടുക. സോ 279 എന്ന് വരും. നെക്സ്റ്റ് വൺ 500 ആണ്. 500ൻ്റെ കൂടെ +1 ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ 501 എന്ന് കിട്ടും. നെക്സ്റ്റ് വണ് 667 ആണ്. അതിൻ്റെ കൂടെ 1 മൈനസ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ 666 എന്ന് വരും. ഇനി 909 ആണ്. 909ൻ്റെ കൂടെ 1 പ്ലസ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ 910 എന്ന് വരും. നെക്സ്റ്റ് വൺ 990 ആണ്. അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? 1 മൈനസ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ 899 എന്ന് കിട്ടും. അടുത്തത് 999 ആണ്. അതിൻ്റെ കൂടെ +1 ആഡ് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് 1000 എന്ന് കിട്ടും. 1000ൽ 3 zeros ആണ് ഉള്ളത്. കിട്ടിയില്ലേ? ഇനി കളർ ടോട്ടോ കാർ. ഇവിടെ താഴെ ഒരു ടോട്ടോ കാർ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ നമ്പേഴ്സ് യു ഹാവ് റിട്ടൺ ഇൻ ദ പിക്ചർ ബിലോ, കളർ ദോസ് പാർട്സ്. അപ്പോൾ നമ്മളിവിടെ എഴുതിയിട്ടുള്ള ഈ 109, 200, 279, 501, 666, 910, 899, 1000 ഈ നമ്പേഴ്സൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ടോട്ടോ കാറിൽ കളർ കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ടോട്ടോ കാറിനെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അത്രയേ ഉള്ളൂ. അത് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്പർ പ്ലേറ്റ് ആണ് പറയുന്നത്. ദീസ് ആർ ദ ഫ്രണ്ട്സ് ഓഫ് ടോട്ടോ കാർ. ഇതൊക്കെ ടോട്ടോ കാറിൻ്റെ ഫ്രണ്ട്സ് ആണ്. ഫൈൻഡ് ദെയർ നമ്പേഴ്സ് ഫ്രം ദ ക്ലൂസ് ആൻഡ് റൈറ്റ് ഓൺ ദെയർ നമ്പർ പ്ലേറ്റ്. ഇവിടെ കുറച്ച് ക്ലൂസ് വന്നിട്ടുണ്ട്. ആ ക്ലൂസിൻ്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ നമ്പേഴ്സ് ആ നമ്പർ പ്ലേറ്റിൽ ഒന്ന് എഴുതി കൊടുക്കണം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 800 4 10s 2 1s എന്നുള്ളതാണ്. നമുക്ക് എഴുതാം 800 അല്ലേ. 800 4 10s 2 1s അഥവാ 842 എന്ന് കിട്ടും. നെക്സ്റ്റ് വൺ 1 ലെസ് ദാൻ 910 അഥവാ 910ൽ നിന്നും 1 കുറക്കണം. 910ൽ നിന്നും 1 കുറച്ചാൽ കിട്ടുന്നത് എന്താണ്? 909 എന്നുള്ളതാണ്. അപ്പോൾ അതാണ് സെക്കൻഡ് വണ്ണിലുള്ള കാറിൻ്റെ നമ്പർ. തേർഡ് വൺ ദ ലാർജസ്റ്റ് 3 digit നമ്പർ. ലാർജസ്റ്റ് 3 digit നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? ഏത് നമ്പറാണ് ലാർജസ്റ്റ് ആയിട്ടുള്ള 3 digit നമ്പർ കൂട്ടുകാരെ? ഏതാണ്? യെസ്, ഏതാണ്? 1000. 999 ആണല്ലേ. 999 ആണ്. ഇതാണ് ഏറ്റവും വലിയ 3 digit നമ്പർ. നെക്സ്റ്റ് വൺ മോർ ദാൻ ദ ലാർജസ്റ്റ് 2 digit നമ്പർ. ലാർജസ്റ്റ് ആയിട്ടുള്ള 2 digit നമ്പറിനേക്കാൾ ഒന്നുകൂടെ കൂട്ടുക. 2 digit നമ്പറിൽ ലാർജർ എന്ന് പറയുന്നത് 99 ആണ്. അതിൻ്റെ കൂടെ ഒന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 100 എന്ന് കിട്ടും. അപ്പോൾ അടുത്ത നമ്പർ പ്ലേറ്റ് 100 ആണ്. ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത് വാവ് 1000 എന്നുള്ള അടുത്ത ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ടോട്ടോ കാർ പറയാണ് റീഡ് മൈ നമ്പർ. എന്താണ്? ഏതാ നമ്പർ? 1000 എന്നുള്ളതാണ് നമ്പർ അല്ലേ. ഇവിടെ താഴെ നോക്കൂ, 1000 എന്നുള്ളതാണ് നമ്പർ. മൈ നമ്പർ ഈസ് ദ സ്മോളസ്റ്റ് 4 digit നമ്പർ എന്നാണ് പറയുന്നത്. 4 digit നമ്പറിലെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള നമ്പറാണ് 1000 എന്ന് പറയുന്നത്.
ഇനി ജോയിൻ ദം എന്നുള്ള അടുത്തൊരു ഇതാണ് ഫൈൻഡ് ദ പെയേഴ്സ് ഓഫ് വെഹിക്കിൾസ് ഹൂ നമ്പേഴ്സ് ഹാഡ് ടു ടോട്ടോ കാസ് നമ്പർ ഡ്രോ ലൈൻസ് ടു ജോയിൻ ദം. അഥവാ ഇവിടെ കുറേ വണ്ടികൾ കൊടുത്തിട്ടുണ്ട് വെഹിക്കിൾസ്, അതിൻ്റെ 2 നമ്പേഴ്സും കൂടെ കൂട്ടുമ്പോൾ നമ്മുടെ ആരുടെ നമ്പർ കിട്ടണം? നമ്മുടെ ടോട്ടോ കാറിൻ്റെ നമ്പറായിട്ട് കിട്ടണം. ടോട്ടോ കാറിൻ്റെ നമ്പർ 1000 ആണല്ലേ. അപ്പോൾ ഡു ഇറ്റ് മെൻ്റലി ആൻഡ് റൈറ്റ് ദ ആൻസേഴ്സ്. അപ്പോൾ മെൻ്റലി ആയിട്ട് നമ്മൾ മനസ്സുകൊണ്ട് മൈൻഡ് കൊണ്ട് ഒന്ന് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യം വന്നിട്ടുള്ളത് 505 ആണ്. 505ൻ്റെ കൂടെ എത്ര കൂട്ടണം കൂട്ടുകാരെ? 1000 കിട്ടണമെങ്കിൽ ഒന്നുകിൽ നമുക്ക് ചെയ്ത് നോക്കാം. എന്ത് ചെയ്യാം? 1000 മൈനസ് 505 ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഉത്തരമായിട്ട് കിട്ടും 495 എന്ന് കിട്ടും. അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ 500 ആണെന്ന് വെക്കുക, ബാക്കി എത്ര വേണം നമുക്കതിൽ? 500 കൂടെ വേണം അല്ലേ. അപ്പോൾ അവിടെ എന്തുണ്ട്? 500ൻ്റെ കൂടെ 5ഉം കൂടെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ 500ൽ നിന്നും ഒരു 5 കുറച്ചിട്ടുള്ളതായിരിക്കും അടുത്ത നമ്പർ. അപ്പോൾ ഏതാണ്? 495 ആണ്. അപ്പോൾ ഇതും കൂടിയിട്ടാണ് നമ്മൾ മാച്ച് ചെയ്തിട്ട് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 999 ആണ്. അതിൻ്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് 1000 കിട്ടുക? 1 കൂട്ടണ്ടുള്ളൂ അല്ലേ. അപ്പോൾ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1000 ആയി. നെക്സ്റ്റ് വൺ 750 ആണ്. 750 എന്ന് പറയുന്നതിൻ്റെ കൂടെ എത്ര കൂടെ ആഡ് ചെയ്യണം? 250 കൂടെ ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങോട്ട് വരക്കാം. നെക്സ്റ്റ് 990 ആണ്. അതിൻ്റെ കൂടെ 10 ആണ് ആഡ് ചെയ്യേണ്ടത് അല്ലേ. 10 ഇവിടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതാണ് ആഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് 900 ആണ്. 900ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യണം? 1000 കിട്ടണമെങ്കിൽ 100 ആഡ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം ഇത് മാച്ച് ചെയ്യേണ്ടത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് ആഡ് ചെയ്തിട്ട് നോക്കാവുന്നതും ആണ്. പക്ഷെ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് എന്താണ്? മൈൻഡ് കൊണ്ട് ചെയ്യാനാണല്ലേ. അപ്പോൾ മൈൻഡ് കൊണ്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഉത്തരങ്ങൾ കിട്ടും. അടുത്തതെന്ന് പറയുന്നത് ജസ്റ്റ് 1 more എന്നുള്ളതാണ്. ഒരെണ്ണം കൂട്ടിച്ചേർത്താൽ വാട്ട് ഈസ് എ നമ്പർ ഷോൺ ഇൻ ദ അബാക്കസ്? ഈ അബാക്കസിലെ നമ്പർ എത്രയാണ് കൂട്ടുകാരെ? നോക്കൂ, ഇവിടെ വൺസിൻ്റെ സ്ഥാനത്തുള്ളത് 1 2 3 4 5 6 7 8 9 ആണ് ഉള്ളത്. ദെൻ ടെൻസിൻ്റെ സ്ഥാനത്ത് 1 2 3 4 5 6 7 8 9 ഉണ്ട്. 100ൽ 1 2 3 4 5 6 7 8 9 ഉണ്ട്. ഇനി 1000ലോ 0 ആണുള്ളത് അല്ലേ. അപ്പോൾ ഇത് ഏതാണ് നമ്പർ? 999 ആണ് നമ്പർ. ദെൻ ഇഫ് വി ആഡ് 1 more, ഇനി ഇതിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? നമുക്ക് 1000 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 1000 ആണ് ഇതിൻ്റെ കൂടെ 1 ആഡ് ചെയ്തതിൽ കിട്ടുന്നത്. ഡ്രോ ദിസ് നമ്പർ ഇൻ ദ അബാക്കസ്. അപ്പോൾ നമ്മുടെ അടുത്ത് ഈ 1000 ഈ അബാക്കസിൽ വരക്കണം. ഇതിൽ വൺസിൻ്റെ സ്ഥാനത്ത് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, 0 ആണ്. ടെൻസിലോ 0 ആണ്. 100ൽ 0 ആണ്. 1000ൽ 1 ഉണ്ട്. അപ്പോൾ ഇവിടെ 1 മാത്രം വരച്ചു കൊടുക്കുക. ഇങ്ങനെയാണ് 1000 നമ്മൾ അബാക്കസിൽ വരയ്ക്കേണ്ടത്. മനസ്സിലായില്ലേ? നെക്സ്റ്റ് ഹൂ ആം ഐ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. 1 bird in the abacus larger than the largest 3-digit number. Who am I? Which is my position in the abacus? അബാക്കസിൽ ഒരു ഡിജിറ്റിൽ ഒരു സ്ഥാനത്ത് മാത്രമേ ഞാൻ ഉണ്ടായിരിക്കുള്ളൂ. 3-digit നമ്പറിനേക്കാൾ 1 കൂടിയതാണ് ഞാൻ. അപ്പോൾ 3-digit നമ്പർ ഏറ്റവും ലാർജസ്റ്റ് 3-digit നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? 999 ആണ്. അതിൻ്റെ കൂടെ 1 കൂടിയ നമ്പറാണ് ഏതാണത്? 1000. അപ്പോൾ ഇൻ മൈ വിച്ച് ഈസ് മൈ പൊസിഷൻ ഇൻ ദ അബാക്കസ്? ഏതാണ്? 1000 ആണ് അബാക്കസിലെ പൊസിഷൻ എന്ന് പറയുന്നത്. ഇത് നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? 1000 ആണ്. 1000 ആണ്. നെക്സ്റ്റ് വൺ പെട്രോൾ പമ്പ് എന്നുള്ളതാണ്. കാർസ് ഇൻ ദ റേസ് ഫീൽഡ് പെട്രോൾ ഫോർ 1000 rupees. എന്താണ്? കാർ റേസിന് വേണ്ടിയിട്ട് എല്ലാ വണ്ടിയിലും 1000 rupeesന് പെട്രോൾ അടിക്കുകയാണ്. ടോട്ടോകാർ ഗേവ് 100 rupees നോട്ട്. ഹൗ മെനി നോട്ട്സ്? അപ്പോൾ ടോട്ടോകാർ കൊടുത്തിട്ടുള്ളത് 100 രൂപയുടെ നോട്ടുകളാണ്. അങ്ങനെയാണെങ്കിൽ എത്ര നോട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും? എത്ര എണ്ണം കൊടുത്തിട്ടുണ്ടായിരിക്കും? 100 രൂപയുടെ 1 കൊടുത്തു, അപ്പോൾ 100 ആയി. 2 കൊടുത്തപ്പോൾ 200 ആയി. 3 കൊടുത്തപ്പോൾ 300 ആയി. 4 കൊടുത്തപ്പോൾ 400 ആയി. 5 എണ്ണം കൊടുത്തപ്പോൾ 500 ആയി. 6 എണ്ണം കൊടുത്തപ്പോൾ 600 ആയി. 7 എണ്ണം കൊടുത്തപ്പോൾ 700. 8 എണ്ണം കൊടുത്തപ്പോൾ 800. 9 എണ്ണം കൊടുത്തപ്പോൾ 900. 10 എണ്ണം കൊടുത്തപ്പോൾ 1000. അപ്പോൾ എത്ര എണ്ണം കൊടുത്തു? 10 എണ്ണം കൊടുക്കുമ്പോഴാണ് ഇവിടെ 1000 ആയിട്ട് മാറുന്നത്. നെക്സ്റ്റ് വൺ ടോട്ടോകാർ ഗേവ് എ ഷീഫ് ഓഫ് 10 rupee നോട്ട്. ഹൗ മെനി നോട്ട്സ്? ഇനി 10 രൂപയുടെ നോട്ടാണ് കൊടുക്കുന്നത് എങ്കിൽ എത്ര എണ്ണം വേണം കൂട്ടുകാരെ? 10 ഇൻറ്റു എത്രയാണ്? 10 ഇൻറ്റു 100 ആണ് 1000 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എത്ര എണ്ണം കൊടുക്കണം? 100 എണ്ണം കൊടുക്കണം. 100 നോട്ട് കൊടുക്കണം. ബഗി കാർ ഗേവ് 10 rupee കോയിൻസ്. ഹൗ മെനി കോയിൻസ്? ഇനി 1000ൽ എത്ര 10 rupee വേണം? 1000 ആവണമെങ്കിൽ 1000 തന്നെ വേണം അല്ലേ. എത്ര വേണം? 1000 തന്നെ വേണം. 1001 കോയിൻ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എന്താവുള്ളൂ? 1000 ആയിട്ട് മാറുകയുള്ളൂ.
നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കാർ റേസ് ആണ്. ദ കാർ റേസ് ഈസ് ഗോയിങ് ഓൺ ഇൻ ദ റേസ് സർക്യൂട്ട്. എന്താണ് കാർ റേസ് ഇങ്ങനെ ആ ഒരു ഇതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 1000 points ആർ ഗോഡ് ഫോർ ഫിനിഷിങ് ഈച്ച് റൗണ്ട്. അപ്പോൾ ഓരോ റൗണ്ട് ഫിനിഷ് ചെയ്യുമ്പോഴും അവർക്ക് 1000 പോയിന്റ് ആണ് കയറുന്നത്. ദ നമ്പർ ഓഫ് റൗണ്ട്സ് കംപ്ലീറ്റഡ് ബൈ ഈച്ച് കാർ ഈസ് ഗിവൺ ബിലോ. അപ്പോൾ ഓരോ കാറും എത്ര റൗണ്ടാണ് കംപ്ലീറ്റ് ചെയ്തത് എന്നതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മിക്കിയാണ്. മിക്കി കാർ ഒരു റൗണ്ടാണ് പൂർത്തിയാക്കിയത്. ഒരു റൗണ്ട് പൂർത്തിയാക്കി എത്ര ഉണ്ടാവുക, 1000 ആണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ അവിടെ 1000 എന്ന് എഴുതി കൊടുക്കാം. നെക്സ്റ്റ് വൺ സ്കൈ ബൈ ആണ്. സ്കൈ ബൈ എന്ന് പറയുന്നത് 5 റൗണ്ടാണ് കംപ്ലീറ്റ് ചെയ്തത്. അഥവാ 5 × 1000 ആണ്. അല്ലെങ്കിൽ 1000നെ 5 ടൈംസ് എഴുതിയാൽ മതി. അപ്പോൾ എത്രയായി, 5000 ആയി. നെക്സ്റ്റ് ബഗ്ഗി ആണ്. ബഗ്ഗി 3 റൗണ്ടാണ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ 3 × 1000 ആണ്, 3000 എന്ന് വരും. നെക്സ്റ്റ് വൺ ആൽഫയാണ്. ആൽഫ 6 റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. 6 × 1000 6000. ഓക്കെ. നെക്സ്റ്റ് വൺ 7 ആണ്. 7 റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത ടോമോയാണ്. 7 × 1000 എന്ന് പറയുന്നത് 7000. നെക്സ്റ്റ് വൺ ഫ്ലോറയാണ്. 4 റൗണ്ടാണ്. അവിടെ 4000 ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി 8 ആണെങ്കിൽ എത്രയായിരിക്കും, 8000 ആയിരിക്കും. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തില്ലെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. 9 ആണെങ്കിൽ 9000 ആയിരിക്കും. 10 ആണെങ്കിലോ 10,000 ആയിരിക്കും. ഓക്കെ. നെക്സ്റ്റ് ബണ്ണിയാണ്. ബണ്ണി 2 ആണ്. അപ്പോൾ 2000 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ ഇതിൻ്റെയും ഇത് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്തത് ഇതിൻ്റെ താഴെയായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ദിസ് പോയിന്റ് കോഡ് ബൈ ദ കാർ റൈറ്റ് ദെയർ നെയിംസ് ഇൻ ഓർഡർ റൈറ്റ് ദം ഇൻ ഡിഫറെൻറ്റ് വേസ്. അപ്പോൾ എന്ത് ചെയ്യണം, ഇത് ഓരോരുത്തർക്കും കിട്ടിയ പോയിന്റുകളെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ ഒന്നെങ്കിൽ അസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലോ ചെയ്യാം. ഓക്കെ. ഒന്നെങ്കിൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് അല്ലെങ്കിൽ വലുതിൽ നിന്നും ചെറുതിലേക്ക് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കാം. നെക്സ്റ്റ് വൺ ലെറ്റ്സ് ക്ലൈംബ് അപ്പ് എന്നുള്ള അടുത്ത ഒരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. റൈറ്റ് ദ നമ്പേഴ്സ് ഓൺ ഈച്ച് സ്റ്റെപ്പ്. അപ്പോൾ ഓരോ സ്റ്റെപ്പിലെയും നമ്പേഴ്സ് നമുക്കൊന്ന് എഴുതി കൊടുക്കണം. ഓക്കെ. ഫസ്റ്റ് വൺ അവിടെ കൊടുത്തിട്ടുണ്ട്. 1000 എന്ന് പറയുന്നത് ഒരു 1000 ചേർന്നതാണ് അല്ലേ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 2000 ആണ്. 2000 എന്ന് പറയുന്നത് 2000 ചേർന്നിട്ടുള്ളതാണ്. ഇനി അടുത്തത് 3000. അവിടെ 3000 കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ എമൗണ്ട് കൊടുക്കണം. ടോട്ടൽ എത്രയാണ്, 3000 ആണ്. ഇനി അടുത്തത് എഴുതി കൊടുക്കാം. അടുത്തത് വരുന്നത് 4000 ആണ് അല്ലേ. അപ്പോൾ 1000, 1000, ദെൻ 2000, 3000, 4000. അപ്പോൾ ഇവിടെ 4000 എന്ന് എഴുതി കൊടുക്കാം. ക്ലിയർ അല്ലേ. നെക്സ്റ്റ് ഇവിടെ എഴുതാം. നെക്സ്റ്റ് വരുന്നത് 1, 2, 3, 4, 5. 5000 ചേരുമ്പോൾ 5000 ആയിട്ട് മാറും. ഇനി അടുത്ത 6000 ആണ് അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് എത്ര തൗസൻഡുകളാണെന്ന് എഴുതി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ 3, 4, 5, 6. നെക്സ്റ്റ് വരുന്നത് 7 ആണല്ലേ. അപ്പോൾ 1, 2, 3, 4, 5, 6, 7. ഓക്കെ. അപ്പോൾ ഇവിടെ എന്ത് എഴുതണം, 7000 എന്ന് എഴുതി കൊടുക്കണം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ ഇവിടെ 8 എണ്ണം എഴുതി കൊടുക്കണം. 1, 2, 3, 4, 5, 6, 7, 8. ഇവിടെ 8000 എന്ന് എഴുതി കൊടുക്കുക. ഇനി നെക്സ്റ്റ് വരുന്നത് 9000 എന്ന് മുകളിൽ എഴുതി കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുക, നിങ്ങൾ 9 എണ്ണം എഴുതി കൊടുക്കുകയും ചെയ്യുക. അടുത്തത് വരുന്നത് ഇവിടെ 10,000 ആണ്. അപ്പോൾ 10,000 എന്ന് എഴുതി കൊടുക്കുക. ഇവിടെ 10 എണ്ണം ഇതേപോലെ എഴുതി കൊടുക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് വൺ നോക്കിയാലോ നമുക്ക്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡ്രോ ദ പോയിന്റ് സ്കൈ കാർ ഗോട്ട് ഇൻ ദ അബാക്കസ്. സ്കൈ കാർ എത്രയാണോ കിട്ടിയിട്ടുള്ളത് അത് ഈ അബാക്കസിലൊന്ന് വരയ്ക്കണം. ഓക്കെ, ഇവിടെ തന്നിട്ടുണ്ട് എത്രയാണ്, 5,000 മേക്ക് 5,000 എന്നുള്ളത് തന്നിട്ടുണ്ട്. അപ്പോൾ 5,000 ആണല്ലേ, 5,000 ആണ് നമ്മുടെ ആർക്ക് കിട്ടിയിട്ടുള്ളത്, സ്കൈ ബിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വരയ്ക്കേണ്ടത്? 5,000 വൺസ് ഉണ്ടോ? ഇല്ല. ടെൻസ് ഇല്ല, ഹൺഡ്രഡ്സ് ഇല്ല, ആകെ ഉള്ളത് 1000 ആണ്. എത്ര 1000 ഉണ്ട്? 5 ആണുള്ളത്. അപ്പോൾ 1, 2, 3, 4, 5.
ഓക്കെ, നെക്സ്റ്റ് വേണമെന്ന് പറയുന്നത് 9000 ഓഫ് മേക്ക് 9000. എന്താണ്? 9000 ചേരുമ്പോഴാണ് 9000 ഉണ്ടാവുന്നത്. അപ്പോൾ 9000 ആണ് അടുത്തതായിട്ട് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പോൾ ഇവിടെ 1s ഇല്ല, 10s ഇല്ല, 100 ഇല്ല. ആകെ വരയ്ക്കേണ്ടത് ഏതാണ്? സ്പീഡിൻ്റെ 9 ആണ് വരയ്ക്കേണ്ടത്. അപ്പോൾ 1000ൻ്റെ അവിടെ 1 2 3 4 5 6 7 8 9. ഓക്കെ, 9 എണ്ണം വരച്ചു കൊടുക്കാം. ദെൻ നെക്സ്റ്റ് വൺ 10 of thousands make 10,000. 10,000 ചേരുമ്പോൾ അവിടെ എന്താണ്? 10,000 ആണ് ഉണ്ടാവുന്നത് അല്ലേ? 10,000 ചേരുമ്പോൾ 10,000 ആണ്. വാട്ട് അബൌട്ട് 20 of 1000? ഇനി 20,000 ആണ് ചേരുന്നത് എങ്കിൽ എന്തായിട്ട് മാറും? അത് 20,000 ആയിട്ട് മാറും. ഇങ്ങനെയാണ് 20,000 എന്ന് നമ്മൾ എഴുതി കൊടുക്കുന്നത്. റൈറ്റ് ദ സംസ് എന്നുള്ളതാണ് അടുത്ത ടോപ്പിക്കായിട്ട് വരുന്നത്. അപ്പോൾ നമുക്കിതിൽ ഓരോന്നും എഴുതി കൊടുക്കാം. 5 + 5 എന്ന് പറയുന്നത് 10 ആണ് അല്ലേ? അതുപോലെ തന്നെ 50 + 50 എന്ന് പറയുന്നത് എത്രയാണ്? 100 ആണ്. 500 + 500 എന്ന് പറയുന്നത് 1000 ആണ്. അതുപോലെ 5000 + 5000 എന്ന് പറയുന്നത് 10,000 ആണ്. ഇനി അതുപോലെ തന്നെയാണ് 6 + 4 എന്ന് പറയുന്നത് 10 ആണ്. അങ്ങനെയാണെങ്കിൽ 100 ഇത് എങ്ങനെ എഴുതും? 60 + 40 എന്ന് പറയുന്നത് 100 ആണ്. അതുപോലെ തന്നെ 600 + 400 എന്ന് പറയുന്നത് 1000 ആണ്. ഇനി അതുപോലെ തന്നെയാണ് 6000 + 4000 എന്ന് പറയുന്നത് 10,000 ആണ്. 7 + 3 എന്ന് പറയുന്നത് 10 ആണ്. അതുപോലെ തന്നെ 70 + 30 എന്ന് പറയുന്നത് 100 ആണ്. 700 + 300 എന്ന് പറയുന്നത് 1000 ആണ്. 7,000 + 3,000 എന്ന് പറയുന്നത് 10,000 ആണ്. ഇനി ഇവിടെ 80 + 20 എന്ന് പറയുന്നത് 100 ആണ്. അങ്ങനെയാണെങ്കിൽ 10 എങ്ങനെ എഴുതാം? 8 + 2 എന്ന് പറയുന്നത് 10 ആണ്. ദെൻ 1000ൽ എഴുതേണ്ടത് 800 + 200 എന്ന് പറയുന്നത് 1000 ആണ്. അതുപോലെ തന്നെ 8000 + 2000 എന്ന് പറയുന്നത് 10,000 ആണ്. ഇനി വേറൊരു വേലും കൂടെ നമുക്കിത് എഴുതാൻ പറയുന്നുണ്ട്. 9 + 1 എന്ന് പറയുന്നത് 10 ആണല്ലേ? അതുപോലെ തന്നെ 90 + 10 എന്ന് പറയുന്നത് 100 ആണ്. 900 + 10 എന്ന് പറയുന്നത് 1000 ആണ്. 9000 + 1000 എന്ന് പറയുന്നത് 10,000 ആണ്. നെക്സ്റ്റ് സ്പീഡോമീറ്ററിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ബിഫോർ ദ റേസ് ടോട്ടോ കാർ ഹാഡ് ഡൺ 1000 കിലോമീറ്റേഴ്സ് 1 ലാപ്പ് ഓഫ് ദ റേസ് ഇൻ 1 കിലോമീറ്റർ. എന്താണ് അവിടെ പറയുന്നത്? നമ്മുടെ ടോട്ടോ കാർ എന്ന് പറയുന്നത് ഒരു 1000 കിലോമീറ്റർ ആണ് തുടങ്ങുന്നതിന് മുമ്പ് ടോട്ടോയിൽ ഉണ്ടായിരുന്നത്, അതിൻ്റെ സ്പീഡോമീറ്റർ ഉണ്ടായിരുന്നത്. പിന്നെ എന്തായി? അതിൻ്റെ ഒരു ലാപ്പ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയപ്പോൾ 1 കിലോമീറ്റർ കൂടുകയാണ് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. ഇനി അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ളതാണ് അടുത്തത് കംപ്ലീറ്റ് ദ ടേബിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ലാപ്പ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ എന്തായി? അവിടെ 1000 + 1 ആയിട്ട് 1001 ആയിട്ട് മാറി അല്ലേ? ഇനി 2 കംപ്ലീറ്റ് ചെയ്തപ്പോൾ 1000 + 2 ആയിട്ട് മാറി 1002 ആയിട്ട് മാറി. ഇനി 3 കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എത്രയായിരിക്കും? 1000 + 3 എന്ന് പറയുന്നത് 1003 ആയിട്ട് മാറും. അതുപോലെ 4 കംപ്ലീറ്റ് ചെയ്യുമ്പോഴും 1000 + 4 എന്ന് പറയുന്നത് 1004 ആയിട്ട് മാറും. 5 കംപ്ലീറ്റ് ചെയ്യുമ്പോഴും ഇതേപോലെ തന്നെ 1000 + 5 1005 ആയിട്ട് മാറും. 6 കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 1000 + 6 1006 ആയിട്ട് മാറും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 7 കൊടുക്കാം. 1000 + 7 1007 ആയിട്ട് മാറും. ഇനി വാട്ട് വുഡ് ബി ദ സ്പീഡ് മീറ്റർ റീഡിങ് ആഫ്റ്റർ 11 ലാപ്സ്. അപ്പോൾ 11 ലാപ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും ഉണ്ടാവുക? ഇവിടെ 1 കംപ്ലീറ്റ് ചെയ്തപ്പോൾ 1 കൂടുകയാണ് ചെയ്തത്, 2 കംപ്ലീറ്റ് ചെയ്തപ്പോൾ 2 കൂടി അല്ലേ? അങ്ങനെ 11 കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഈ 1000ൻ്റെ കൂടെ 11 കൂടും അല്ലേ? അങ്ങനെയാണെങ്കിൽ 1000 + 11 എന്ന് പറയുന്നത് എത്രയാണ്? 1011 ആയിട്ട് മാറും. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 50 ലാപ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലോ 1000 + 15 1015. നെക്സ്റ്റ് 25 ആണ് കംപ്ലീറ്റ് ചെയ്തതെങ്കിലും ഇതേപോലെ തന്നെ 1000 + 25 കൂട്ടുക, ദെൻ 1025 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റൈറ്റ് ആൻഡ് ഡ്രോ ആൻഡ് റീഡ് എന്നുള്ളതാണ് അടുത്തൊരു ടോപ്പിക്കായിട്ട് വരുന്നത്. ഇതിൽ ഇവിടെ നോക്കൂ 1001 അവിടെ കൊടുത്തിട്ടുണ്ട് 1001 എന്നുള്ളതാണ് അല്ലേ? 1001 അത് ആഡ് ചെയ്യുമ്പോൾ 1001 ആയിട്ട് മാറും. 1001 എന്നുള്ളത് വേർഡ്സിൽ എഴുതി കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ അബാക്കസും കൊടുത്തിട്ടുണ്ട്. അതുപോലെ രണ്ടാമത്തത് നമുക്ക് നോക്കാം. രണ്ടാമതായിട്ട് വരുന്നത് എന്താണ്? 1002 എന്നുള്ളതാണ്. അത് എങ്ങനെ എഴുതണം? ഇവിടെ ആദ്യം 1000 എന്ന് എഴുതി കൊടുക്കുക,
ദെൻ 2 താഴെ എഴുതുക, ടോട്ടൽ ചെയ്തിട്ട് 1002 എന്ന് എഴുതി കൊടുക്കുക. എന്നിട്ട് 1002 എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഇതെങ്ങനെ നമുക്ക് ചെയ്യാം? അബാക്കസിൽ ഇവിടെ 1ൻ്റെ സ്ഥാനത്ത് 2 വരും, 10ൻ്റെ സ്ഥാനത്ത് ഒന്നുമില്ല, 100ൽ ഒന്നുമില്ല, 1000ൽ എത്ര വരും? 1 വരും. നെക്സ്റ്റ് 1 എന്ന് പറയുന്നത് 1004 എന്നുള്ളതാണ്. അപ്പോൾ 1004 എന്നുള്ളിടത്ത് നമ്മൾ ഇവിടെ എന്ത് എഴുതും? 1004 അല്ലേ? ഇനി ഇവിടെ എഴുതി കൊടുക്കുക, ഇവിടെ 1000 എന്ന് എഴുതി കൊടുക്കുക, താഴെ 4 ഇട്ട് കൊടുക്കുക, ടോട്ടൽ 1004 എന്ന് എഴുതി കൊടുക്കുക. ഇവിടെ എന്ത് എഴുതണം? 1004. ഓക്കെ, 1004. ഇവിടെ അബാക്കസിൽ വൺസിൻ്റെ സ്ഥാനത്ത് 1 2 3 4 വരും, ദെൻ 1000ൽ 1 വരും അല്ലേ? വേറെ ഒന്നും എഴുതേണ്ട. നെക്സ്റ്റ് എന്ന് പറയുന്നത് 1006 ആണ്. അപ്പോൾ ഇവിടെ 1000 എന്ന് എഴുതി കൊടുക്കുക, ഇവിടെ 6 ഇട്ട് കൊടുക്കുക, ടോട്ടൽ 1006 എന്ന് എഴുതി കൊടുക്കുക. ഇവിടെ വേർഡ്സിൽ എഴുതി കൊടുക്കുക 1006. എങ്ങനെ എഴുതേണ്ടത്? ഇങ്ങനെ എഴുതുക. ഇനി ഇവിടെ വൺസിൻ്റെ സ്ഥാനത്ത് 1 2 3 4 5 6 എന്ന് വരും, 1000ൽ 1 വരും. ഇനി നെക്സ്റ്റ് 1 എഴുതി കൊടുക്കാം. നെക്സ്റ്റ് 1 എന്ന് പറയുന്നത് 1005 ആണ്. ഇവിടെ 1000 എഴുതുക, ഇവിടെ 5 എഴുതുക, ടോട്ടൽ 1005. ഇവിടെ എഴുതേണ്ടത് എന്താണ്? വേർഡ്സിൽ 1000 എത്രയാണ്? 5. ഇവിടെ 1005 എന്ന് എഴുതി കൊടുക്കുക. ഇവിടെ 5ൽ വൺസിൽ 1 2 3 4 5 എന്ന് വരും, 1000ൽ 1 വരും. ഓക്കെ, ക്ലിയർ അല്ലേ? ദെൻ നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് 1 എന്ന് പറയുന്നത് 9 7 8 10 ഉള്ളതാണ്. നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം. ഇവിടെ ആദ്യം എന്ത് എഴുതണം? 1000 എത്രയാണ്? 9. ഇവിടെ 1000 എഴുതുക, 9 എഴുതുക, ടോട്ടൽ 1009. ഇവിടെ എന്ത് എഴുതണം? 1009. ഓക്കെ, 1009. ഇവിടെ വൺസിൽ 1 2 3 4 5 6 7 8 9 കൊടുക്കുക, 1000ൽ 1 കൊടുക്കുക. നെക്സ്റ്റ് 1 എന്ന് പറയുന്നത് 1007 ആണല്ലേ? അപ്പോൾ ഇവിടെ എന്ത് എഴുതുക? 1000 എഴുതുക, 7 എഴുതുക, 7. ഓക്കെ, ഇവിടെ എഴുതി കൊടുക്കേണ്ടത് 1007. ഇവിടെ വൺസിൽ 1 2 3 4 5 6 7, 1000ൽ 1 കൊടുക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് 1008 ആണ്. ഓക്കെ, 1 2 3 1000 ആയി, 8 കൊടുക്കുക, 1008. ഇവിടെ എന്ത് എഴുതുക? 1008. ഓക്കെ, 1008. ഇവിടെ വൺസിൽ 1 2 3 4 5 6 7 8 കൊടുക്കുക, 1000ൽ 1 കൊടുക്കുക. നെക്സ്റ്റ് 1 എന്ന് പറയുന്നത് 1010 ആണ്. അപ്പോൾ 1010. ഇവിടെ 1000 എഴുതുക, 10 എഴുതുക, എത്രയായി? 1010 ആയിട്ട് മാറി അല്ലേ? അപ്പോൾ അവിടെ എന്ത് എഴുതേണ്ടത്? 1000 എന്തായിട്ട് മാറിയത്? 1010. ഇവിടെ എന്ത് ചെയ്യുക? ഇവിടെ വൺസിലൊന്നും വരില്ല, 10ൽ എന്ത് വരും? 1 വരും, ദെൻ 1000ൽ എത്ര വരും? 1 വരും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് എഴുതേണ്ടത്. നെക്സ്റ്റ് വേണം താഴെ ഉള്ളത് നോക്കാം നമുക്ക്. അവിടെ എന്താണ്? TH എന്ന് പറയുന്നത് 1000 ആണ്, H എന്ന് പറയുന്നത് 100 ആണ്, T എന്ന് പറയുന്നത് 10 ആണ്, O എന്ന് പറയുന്നത് 1 ആണ്. നമുക്കറിയാവുന്നതാണ് അല്ലേ? നെക്സ്റ്റ് 1 ക്ലൈംബിംഗ് വിത്ത് 1000 എന്നുള്ളതാണ്. 1000-നൊപ്പം നമുക്കൊന്ന് കയറി നോക്കാം, നമുക്കൊന്ന് സഞ്ചരിച്ച് നോക്കാം. ഇവിടെ തന്നിട്ടുള്ളത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് 1 എന്ന് പറയുന്നത് 1000 + 10 ആണ്. അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട്, അത് 1000 ആയിട്ട് മാറും. നെക്സ്റ്റ് 1 1000 + 10 ആണ്. അപ്പോൾ 1010 ആയിട്ട് മാറും. ഇനി അടുത്തത് നമുക്ക് എഴുതി നോക്കാം. അടുത്തതായിട്ട് വരുന്നത് 1000 + 200 ആണ്. അപ്പോൾ ഇവിടെ ആദ്യം എഴുതുക 1200. അപ്പോൾ എന്തായിട്ട് മാറും? 2000
200 ആയിട്ട് മാറും. ഇവിടെ എഴുതേണ്ടത് എന്താണ്? 2000 and 200. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 3000 ആണ്. 3000 അതിൻ്റെ കൂടെ 40 കൂടിയാണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് എഴുതും? 3040. ഓക്കെ, ഇവിടെ എന്ത് വരും? 3000 and 40. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കിയാലോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് 3000 തന്നെയാണ്. 3005 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ ടോട്ടൽ 3005 എന്ന് വരും. ഇപ്പോൾ ഇവിടെ എന്ത് എഴുതണം? 3000 and 5. ഓക്കെ, ആൻഡ് വി ആട്ടോ 5. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് താഴേക്ക് പോയാലോ. താഴെയുള്ളത് ഓരോന്ന് എഴുതി കൊടുക്കാം. ഫസ്റ്റ് വൺ എന്താ അവിടെ കൊടുത്തിട്ടുണ്ട്? 1000 + 300 + 30 ആണ്. അതിന് നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? ആദ്യം 1000 എഴുതുക, പിന്നെ 300 എഴുതുക, പിന്നെ 30 എഴുതുക. ഇവിടേക്ക് വരുമ്പോൾ 1330 ആയിട്ട് വരും. ഓക്കെ, 1330 ആയിട്ട് മാറി. അടുത്തതെന്ന് പറയുന്നത് 5000 ആണ്. അപ്പോൾ 5000 ആദ്യം എഴുതി കൊടുക്കുക, പിന്നെ 30 എഴുതി കൊടുക്കുക, പിന്നെ 3 എഴുതി കൊടുക്കുക. ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഇത് ടോട്ടൽ എത്രയാണ് കൂട്ടുകാരെ വരുന്നത്? ഇത് ടോട്ടൽ വരുന്നത് 5033 ആണല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം 5000 and 33 എന്ന് വരും അല്ലേ. and 33. നെക്സ്റ്റ് വേണമെന്ന് പറയുന്നത് 8000 ആണ്. അപ്പോൾ 8000 എഴുതുക. 8300 + 3 ആണല്ലേ. അപ്പോൾ 8303 എന്ന് വരും. നമുക്കിവിടെ എഴുതാം 8300 and 3. ഓക്കെ, 8303 എന്ന് എഴുതാം. ഇനി ഒരെണ്ണം കൂടെ ബാക്കിയുണ്ട്, അത് നമുക്ക് എഴുതാം. എവിടെയാണ്? 6000 ആണല്ലേ. അപ്പോൾ 6000, പിന്നെ ഉള്ളത് 740, താഴെ ഒരു 8 കൂടെ ഉണ്ട് അല്ലേ. ഓക്കെ, 6748. അപ്പോൾ എത്ര വരും? 6748 എന്ന് വരും അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാം? 6748. Okay, then next one, how many numbers are there from 1000 to 1200? അഥവാ 1000 മുതൽ എത്രയാണ്? 1200 വരെ എത്ര സംഖ്യകൾ ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര എണ്ണാണുള്ളത്? നമുക്ക് 1000 മുതൽ 1200 വരെ എത്ര എണ്ണം നമുക്ക് മനസ്സിലാവും അല്ലേ. എത്രയാണ്? 1200 എണ്ണമാണ് ഉള്ളത്. സോറി, 1000 മുതൽ 1200 വരെ എത്ര സംഖ്യകൾ ഉണ്ടായിരിക്കും? 200 എണ്ണം ഉണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് താഴേക്ക് പോകാം. നെക്സ്റ്റ് വൺ, നമ്പേഴ്സ് ആൻഡ് വേർഡ്സ് എന്നുള്ളതാണ്. ഇവിടെ കുറച്ച് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, അതിന് നമ്മൾ വേർഡ്സിലാക്കിയിട്ട് എഴുതണം. ഫസ്റ്റ് വൺ എത്രയാണ്? 5250 ആണല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം 5250. നെക്സ്റ്റ് 7707 ആണ് തന്നിട്ടുള്ളത്. 7707 ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 9080 ആണല്ലേ. അപ്പോൾ എന്താ എഴുതാം നമുക്ക്? 9080
9,018 and 18. ഓക്കെ, ലാസ്റ്റ് വൺ 9,009 ആണ്. അപ്പോൾ എങ്ങനെ എഴുതാം? 9,009 ഇങ്ങനെയാണ് എഴുതേണ്ടത്. നെക്സ്റ്റ് നമുക്ക് താഴേക്ക് പോവാം. നമ്പർ കാർഡ്സ് ആണ്. സീ ദ നമ്പർ കാർഡ്സ്, റൈറ്റ് ദ 4 ഡിജിറ്റ് നമ്പേഴ്സ് ദാറ്റ് ക്യാൻ ബി മെയ്ഡ് വിത്ത് ദം. അപ്പോൾ ഇവിടെ കുറച്ച് നമ്പർ കാർഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ചുകൊണ്ട് ഏതൊക്കെ നമ്പറാണോ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത് അത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് 3581 ആണ്. അപ്പോൾ നമുക്ക് ഓരോന്ന് വെച്ചുകൊണ്ട് എഴുതാം. ഫസ്റ്റ് വേണം നമുക്ക് 3 എടുക്കാം അല്ലേ? 3 എടുത്തുകൊണ്ട് നമുക്ക് ഏതൊക്കെ എഴുതാം? 3,158, 3,185, 3,518, 3,581, 3,850, then 3,851. നെക്സ്റ്റ് വന്ന് നമുക്ക് 5 എടുക്കാം. ഓക്കെ, 5 എടുത്തുകൊണ്ട് നമുക്ക് ഏതൊക്കെ എഴുതാൻ പറ്റും? 5,138, 5,183, 5,381, 5,318, 5,830, then 5,831. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എടുക്കാം നമ്മുടെ 8 എടുക്കാം. ഓക്കെ, 8 എടുത്തിട്ട് 8,153, 8,135, 8,315, 8,315, 8,351, 8,531, 8,513. ഓക്കെ, ദെൻ ലാസ്റ്റ് വണ് നമുക്ക് എടുക്കാം 1000 അല്ലേ? 1000 എടുക്കാം, 1 എടുക്കാം. അപ്പോൾ 1,358, 1,385, 1,538, 1,583, then 1,835, 1,853 ഇത്രയും നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ദെൻ ഇതിന് താഴെയുള്ള ചോദ്യം, ഹൗ മെനി നമ്പേഴ്സ് സ്റ്റാർട്ട് വിത്ത് 5? 5 കൊണ്ട് എത്ര നമ്പറാണ്? 1, 2, 3, 4, 5, 6 നമ്പേഴ്സ് ആണുള്ളത് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ, ഹൗ മെനി നമ്പേഴ്സ് ഹാവ് 8 ഇൻ ദ 10th പ്ലേസ്? 8 10th പ്ലേസിൽ വരുന്ന എത്ര നമ്പേഴ്സ് ഉണ്ട്? ഇവിടെ 1 ഉണ്ട്, 1, 2, ദെൻ 3, 4, 5, 6 നമ്പേഴ്സ് ആണ് ഉള്ളത്. റൈറ്റ് ദീസ് നമ്പേഴ്സ് ഇൻ ഓർഡർ സ്റ്റാർട്ടിങ് ഫ്രം ദ സ്മോളസ്റ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. ഇതെന്ത് ചെയ്യണം? ചെറുതിൽ നിന്നും വലുതിലേക്ക് എഴുതി കൊടുക്കണം. അപ്പോൾ അത് കൂട്ടുകാർ ചെയ്യില്ല, കുറേ നമ്പേഴ്സ് ഉണ്ട്, അപ്പോൾ അതനുസരിച്ചിട്ട് ജസ്റ്റ് എഴുതി കൊടുക്കുക. ഓക്കെ, ഇതിൽ ഏറ്റവും ചെറുതായതാണ്. ഏറ്റവും ചെറുത് വരുന്നത് 1,853 ആണ് വരുന്നത്. ഓക്കെ, അങ്ങനെ പോയി ഏറ്റവും ലാസ്റ്റ് വരുന്നത് 8,531 ലാസ്റ്റ് വരും. അപ്പോൾ കൂട്ടുകാരത് ജസ്റ്റ് എഴുതി കൊടുക്കുക. നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, അപ്പോൾ നമ്മൾ പറഞ്ഞു തരാം. ഓക്കെ, നെക്സ്റ്റ് വൺ റീഡിംഗ് കാർഡാണ്. സ്പീഡി കാർസ് നമ്പർ പ്ലേറ്റ് ഈസ് കവേർഡ് വിത്ത് മഡ്. എന്താണ്? ആകെ ചെളി പുരണ്ടിട്ടിരിക്കുകയാണ് സ്പീഡി കാർഡിൻ്റെ നമ്പർ പ്ലേറ്റ്. അപ്പോൾ അത് ഓരോന്നും മായ്ച്ച് അല്ലെങ്കിൽ ഓരോന്നും ക്ലിയർ ചെയ്ത് വന്നപ്പോൾ അവസാനം കിട്ടിയ നമ്പർ എന്ന് പറയുന്നത് ഇതാണ്. ഇത് എത്രയാണ്? 9,999 ആണല്ലേ? 9,999. ഇനി ഇവിടെ നോക്കൂ, 9 + 1 എന്ന് പറയുന്നത് 10 ആണ്. 99 + 1 എന്ന് പറയുന്നത് എത്രയാണ്? 100 ആണ്. 999 + 1 എന്ന് പറയുന്നത് 1000 ആണ്. 9,999 + 1 എന്ന് പറയുന്നത് 10,000 ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് മൂവ് ഓൺ. ദ നെക്സ്റ്റ് വൺ മഡ് റേസ് ആണ്. പ്ലേ മഡ് റേസ് വിത്ത് യുവർ ഫ്രണ്ട്സ്. യൂസ് എ ഡൈസ് വിത്ത് നമ്പേഴ്സ് 100, 200, 300, 600. മൂവ് ദ കാർ ടു ദ നമ്പർ ത്രോൺ. ഇഫ് യു ലാൻഡ് ഓൺ എ ബ്രിഡ്ജ് യു ക്യാൻ മൂവ് ക്രോസ് to forward. Then if you land on a pit you said backwards. The first to reach 11,000 wins. എന്താ പറയുന്നത്? ഇവിടെ ഒരു മഡ് ഗെയിം ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ മഡ് ഗെയിം എങ്ങനെയാണ് കളിക്കേണ്ടത് എന്നുള്ള ഇൻസ്ട്രക്ഷൻ ആണ് താഴെ തന്നിട്ടുള്ളത്. അതിൽ പറയുന്ന കാര്യം, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഇത് കളിക്കുക. അപ്പോൾ അവിടെ 100, 200, അതുപോലെ തന്നെ 300, 600 അങ്ങനെയുള്ള നമ്പേഴ്സ് അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡേയ്സ് വെച്ചുകൊണ്ട് കളിക്കുക, അതിൽ മൂവ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യാണ്? ഡേയ്സ് വീഴുമ്പോൾ മുകളിൽ കാണുന്ന സംഖ്യക്കനുസരിച്ച് കാർ ഇങ്ങനെ നീക്കി കൊണ്ടുപോവുക. പാലം വന്നാൽ പാലത്തിലൂടെ മുന്നോട്ട് കയറും, പക്ഷേ കുഴിയിൽ വീണാൽ നേരെ താഴത്തേക്ക് വരും. നമ്മുടെ സ്നേക്ക് ആൻഡ് ലാഡർ കളിക്കുന്ന പോലെ തന്നെയാണ്. ആദ്യം ആരാണോ 11,000 എത്തുന്നത് അയാളാണ് അത് ജയിക്കുന്നത്. ദെൻ
Look at the pictures on the first page of this lesson. Write the distance on the last two boards. അപ്പോൾ ആദ്യ പേജിലെ ചിത്രം നോക്കുക. അതിൽ രണ്ട് ബോർഡുകൾ തമ്മിലുള്ള ദൂരം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എത്രയാണെന്നുള്ളത്. ഇനി അടുത്തത് ഒരു ഗിഫ്റ്റാണ്. ടോട്ടോ വോൺ ദ റേസ്, ഗോട്ട് എ ട്രോഫി ആൻഡ് ക്യാഷ് പ്രൈസ്. ദ മണി വാസ് ഗിവൻ ആസ് എ ചെക്ക്. റൈറ്റ് ദ എമൗണ്ട് ഇൻ ദ ചെക്ക് ഇൻ നമ്പേഴ്സ്. എന്താണ്, നമ്മുടെ ടോട്ടോ ഈ ഒരു കാർ റേസിൽ ജയിച്ചു. അപ്പോൾ ടോട്ടോക്ക് ട്രോഫിയും ക്യാഷ് പ്രൈസും കിട്ടി. അപ്പോൾ ക്യാഷ് പ്രൈസ് എത്രയാണെന്ന് അവിടെ എഴുതി തന്നിട്ടുണ്ട്, പക്ഷേ അത് നമ്പേഴ്സിൽ എഴുതിയിട്ടില്ല, അത് ഈ ചെക്കിൽ എഴുതണം. എത്രയാണ്? 90,999 ആണ്. ഓക്കെ, 90,999. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് എഴുതേണ്ടത്. നെക്സ്റ്റ് വൺ ഡിസ്റ്റൻസ് ട്രാവലഡ് എന്നുള്ളതാണ്. ദ ഡിസ്റ്റൻസ് ഈച്ച് കാർ ട്രാവൽഡ് ഈസ് ഗിവൺ ബിലോ. അപ്പോൾ ഓരോ കാറും സഞ്ചരിച്ച ആകെ ഒരു ഡിസ്റ്റൻസ് ആണ് അവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ കാറ് 1 മിക്കി, സെക്കൻഡ് 1 ബോണി, തേർഡ് സ്പീഡി, ഫോർത്ത് ഫ്രെഡി, ഫിഫ്ത്ത് ഫ്ലോറ, ദെൻ സിക്സ്ത് ടോട്ട. ഇത്രയും തന്നിട്ടുണ്ട്. ടാബ്ലേറ്റ് ദ കാർസ് അക്കോർഡിംഗ് ടു ദ ഡിസ്റ്റൻസ് ദേ ഹാവ് ട്രാവൽഡ്. വിത്ത് ദ കാർ വിത്ത് ട്രാവൽഡ് മോസ്റ്റ് ഓഫ് ദ ബിഗിനിങ് ആൻഡ് ദ കാർ വിച്ച് ട്രാവൽ അറ്റ് ലീസ്റ്റ് ദ എൻഡ്. അപ്പോൾ ഓടിയ ദൂരത്തിനനുസരിച്ച് നമ്മൾ പട്ടിക എഴുതണം. കൂടുതൽ ദൂരം ഓടിയത് ആദ്യം എഴുതുക, കുറച്ച് ദൂരം ഓടിയത് അവസാനം എഴുതുക. അപ്പോൾ ഇതിനനുസരിച്ച് നമുക്കൊന്ന് എഴുതി നോക്കാം. ഏറ്റവും കൂടുതൽ ആദ്യം ഓടിയിട്ടുള്ള ആളെന്ന് പറയുന്നത് ആരാണ്? ഫസ്റ്റ് വൺ വരുന്നത് ആദ്യം ടോട്ടോയാണല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ ആരുടെ പേര് എഴുതണം? ടോട്ടോൻ്റെ പേര് എഴുതണം. ടോട്ടോ. ഓക്കെ, ദെൻ ടോട്ടോ എത്ര ഓടിയിട്ടുള്ളത് നമ്പേഴ്സിൽ നമുക്ക് എഴുതി കൊടുക്കാം. എത്രയാണ്? 8,564 ആണ്. ഇനി ഇത് വേർഡ്സിൽ ഇവിടെ എഴുതാൻ പറയുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാർ കറക്റ്റായിട്ട് എഴുതുക. ഇവിടെ സ്പേസ് കുറവാണ്. 8,600 and സോറി, മിസ്റ്റേക്ക് ഉണ്ട്. നമുക്ക് ആദ്യം മുതൽ ഒന്നുകൂടെ ജസ്റ്റ് എഴുതാം. നമ്പർ വേർഡ്സിൽ എഴുതിയപ്പോൾ മിസ്റ്റേക്കായി. ഫസ്റ്റ് വണ് ടോട്ടോയാണ്. ടോട്ടോ എന്ന് പറയുന്നത് നമ്പേഴ്സിൽ 8,564 ആണ്. ഇനി ഇവിടുന്ന് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 8,500 and 64. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് വരുന്നത് ആരാണ്? സെക്കൻഡ് വരുന്നത് ഇതിൽ നമ്മുടെ മിക്കി ആണ് വരുന്നത് അല്ലേ. അപ്പം മിക്കിയുടെ പേര് എഴുതാം. മിക്കി ഓടിയിട്ടുള്ളത് എത്രയാണ്? 8,546 ആണ്. അപ്പോൾ നമുക്ക് വീണ്ടും എഴുതാം 8,000 then 500 and 46. ഓക്കെ, 46 എന്ന് എഴുതി കൊടുക്കാം. നെക്സ്റ്റ് വൺ തേർഡ് വൺ എന്ന് പറയുന്നത് ആരാണ്? തേർഡ് വണ്ണായിട്ട് വരുന്നത് നമ്മുടെ ബണ്ണിയാണ്. ഓക്കെ, ബണ്ണിയാണ്. ബണ്ണി എത്രയാണ്? 7,982 ആണ്. അപ്പോൾ നമുക്ക് എഴുതാം 7,982. സ്പെല്ലിംഗ് ഒക്കെ കൂട്ടുകാർ മേലെ ഉള്ളത് പോയിട്ട് നോക്കുക കേട്ടോ. ദെൻ ആൻഡ് 82. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫോർത്ത് വണ്ണാണ്. ഫ്ലോറയാണ്. ഓക്കെ, ഫ്ലോറ എത്രയാണ്? 6,732 ആണ്. സോ 6,732. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ഫിഫ്ത്ത് വണ്ണായിട്ട് വരുന്നത് സ്പീഡിയാണ്. സ്പീഡി എത്രയാണ്? 6,375 ആണ്. അപ്പോൾ വീണ്ടും നമുക്ക് എഴുതുക 6,375.
5. നെക്സ്റ്റ് 6th വരുന്നത് ആരാണ്? ഏറ്റവും ലാസ്റ്റ് വരുന്നത് നമ്മുടെ ഫ്രെഡിയാണ്. ഫ്രെഡി എത്രയാണ്? 5114 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം 5114. ഓക്കെ, 14. കൂട്ടുകാർ നല്ല വൃത്തിയിൽ എഴുതണം കേട്ടോ. അവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. കൂട്ടുകാർ നല്ല വൃത്തിയിൽ എഴുതുക. സോ നെക്സ്റ്റ് വൺ നോക്കാം നമുക്ക്. അടുത്തത് ബഗ്ഗി കാർസ് നമ്പർ എന്നുള്ളതാണ് അടുത്ത ടോപ്പിക്കായിട്ട് വരുന്നത്. ഇവിടെ എന്താണ്? Take 1 birds from the 1000 place in the abacus and put in the 1's place and the number is. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്? ഒരു അബാക്കസ് തന്നിട്ടുണ്ട് അല്ലേ? ഈ അബാക്കസിൽ നിന്നും നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ 1000ൻ്റെ സ്ഥാനത്ത് നിന്നും ഒരെണ്ണം എടുത്തിട്ട് നമ്മൾ എവിടെ കൊണ്ടുവരണം? 1'ൻ്റെ പ്ലേസിൽ കൊണ്ടുവരണം. എന്നിട്ട് ഏതാണ് നമ്പർ എന്ന് നോക്കണം. ഇപ്പോൾ ഇവിടെ ടോട്ടൽ ഉള്ളത് എത്രയാണെന്ന് നോക്കാം. ടോട്ടൽ 1 2 3 4 5 ആണ് ഇപ്പോൾ ഉള്ളത് അല്ലേ? ഇതിൽ നിന്നും ഒരെണ്ണം എടുത്തിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുപോയി ഇടുകയാണ്. അപ്പോൾ ഇത് എത്ര ആയിട്ട് മാറും? ഇവിടെ 1 2 3 4 ആയിട്ട് മാറുകയാണ്. ഓക്കെ, 5 മാറി 4 ആയിട്ട് മാറും. 100ൽ 0 ആണ്, 10ൽ 0 ആണ്, 1'ൽ മാത്രം 1 ആയിട്ട് വരും. അപ്പോൾ ഇത് ഏതായി സംഖ്യ? ഇത് 4001 ആണ് അല്ലേ? 4001 ആയിട്ട് മാറി. Then Buggy car's numbers is different on the first number in the abacus and the number in it now. അബാക്കസിൽ ആദ്യ സംഖ്യയും ഇപ്പോൾ ലഭിച്ച സംഖ്യയും തമ്മിലുള്ള വ്യത്യാസമാണ് ബഗ്ഗി കാറിൻ്റെ നമ്പർ എന്നാണ് പറയുന്നത്. ആദ്യം ഉണ്ടായിരുന്നത് എത്രയായിരുന്നു? 5000 ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ? ഇപ്പോൾ കിട്ടിയത് 4001 ആണ് കിട്ടിയിട്ടുള്ളത്. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 999 ആണ്. ഓക്കെ, തമ്മിലുള്ള ഡിഫറൻസ് 999. ഡിക്രീസ് ബൈ 1000 ഇൻക്രീസ്ഡ് ബൈ 1. എന്താണ്? 1000ൽ നിന്ന് 1 കൂട്ടുക, പിന്നെ 1 കുറയ്ക്കുകയും ചെയ്താൽ മാത്രം മതി അല്ലേ? ദെൻ നെക്സ്റ്റ് വൺ ആഡിങ് വൺ മോർ എന്നുള്ളതാണ് അടുത്ത ടോപ്പിക്കായിട്ട് വരുന്നത്. വാട്ട് ഈസ് ദ നമ്പർ ഇൻ ദ അബാക്കസ്? ഈ അബാക്കസിലെ നമ്പർ ഏതാണെന്ന് നമുക്ക് നോക്കണം. ഇവിടെ നോക്കാം. 1'ൻ്റെ അവിടെ 1 2 3 4 5 6 7 8 9. ഇവിടെ 9 ആണ്. 10'ൽ 1 2 3 4 5 6 7 8 9. ദെൻ 100ൽ 1 2 3 4 5 6 7 8 9. 1000ൽ 1 2 3 4 5 6 7 8 9. 9 ആണ്. ഇത് ഏതാണ് നമ്പർ? 9999 ആണ്. ദെൻ വാട്ട് ഈസ് ദ നമ്പർ ഗോട്ട് ബൈ ആഡിങ് 1 to it? ഇതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 1 ആഡ് ചെയ്യുകയാണെങ്കിൽ 10,000 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഉത്തരം 10,000 ആണ്. ദെൻ ടോമോ കാർ ഇൻ വർക്ക്ഷോപ്പ്. എന്താണ്? ടോമോയുടെ കാറ് വർക്ക്ഷോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ദെൻ ടോമോ കാർസ് വാസ് ടേക്കൻ ടു വർക്ക്ഷോപ്പ് ഫോർ റിപ്പയർ ആഫ്റ്റർ ദ റേസ്. അപ്പോൾ റേസൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ടോമോ കാർ ആകെ പഞ്ചറായിരിക്കുകയാണ്. അപ്പോൾ ആ ശരിയാക്കാൻ വേണ്ടി നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് പോയിരിക്കുകയാണ്. 3500 rupees വാസ് സ്പെൻഡ് ടു ചേഞ്ച് ദ ബാറ്ററി. ബാറ്ററി ചേഞ്ച് ചെയ്യാൻ 3500 വേണം. 2500 rupees ഫോർ എൻജിൻ വർക്ക്. അപ്പോൾ 2500 rupees എൻജിൻ വർക്ക് ചെയ്യാൻ വേണം. 4000 rupees പെയിൻറ്റിങ്ങിനും വേണം. വാട്ട് ഈസ് ദ ടോട്ടൽ എമൗണ്ട് സ്പെൻഡ്? അപ്പോൾ ഇതിൽ ടോട്ടൽ എമൗണ്ട് എത്രയായിരിക്കും? എത്രയാണ് കൂട്ടുകാരെ? ഇവിടെ നിങ്ങൾ എഴുതേണ്ടത് ആദ്യം എഴുതുക ബാറ്ററി ചേഞ്ചിനുള്ള പൈസ. ഓക്കെ, ബാറ്ററി ചേഞ്ച് എത്രയാണ്? 3500. നെക്സ്റ്റ് വൺ എൻജിൻ വർക്കാണ് അല്ലേ? എൻജിൻ വർക്കിനുള്ളത് 2500. ദെൻ പെയിൻറ്റിങ്ങിനുള്ളത് 4000 ആണ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി നോക്കുക. 0 0 5 + 5 1. ദെൻ 3 1 ഫോർവേഡ്. 3 + 1 4 4 4 8 8 + 2 10. അപ്പോൾ എത്രയായി? 10,000. ടോട്ടൽ എമൗണ്ട് എത്രയാണ്? 10,000 ആയി മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വണ്ണിലേക്ക് പോവാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 1 day ടൂർ ആണ്. ഓക്കെ, ദെൻ ടോട്ടോ കാർ ഈസ് ബീൻ റേഡിയേറ്റ് ടു ദ ഓൾ ഇന്ത്യൻ ടൂർ. അപ്പോൾ നമ്മുടെ ടോട്ടോ കാർ എന്താണ്? ഓൾ ഇന്ത്യൻ ടൂറിന് വേണ്ടിയിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്.
ദെൻ ഓൾ 4 ടയേഴ്സ് ഹാവ് ടു ബി ചേഞ്ച്. അപ്പോൾ 4 ടയറും ചേഞ്ച് ചെയ്യണം. ദ പ്രൈസ് ഓഫ് 1 ടയർ ഈസ് 2500 rupees. അപ്പോൾ ഒരു ടയറിന് 2500 രൂപയാണ്. ഹൗ മച്ച് മണി ഈസ് നീഡ് ഫോർ 4 ടയേഴ്സ്. അപ്പോൾ 4 ടയർ ചേഞ്ച് ചെയ്യാൻ എത്ര രൂപ ആവശ്യമാണ്? എത്രയാണ്? നമുക്കിവിടെ ഒരെണ്ണത്തിന് വരുന്നത് എത്രയാണ്? ഒരു ടയറിന് 1 ടയർ വരുന്നത് 2500 ആണല്ലേ. ഹൗ മെനി ടയേഴ്സ്? എത്രയാണുള്ളത്? 4 ആണുള്ളത് അല്ലേ. അപ്പോൾ ടോട്ടൽ എമൗണ്ട് വരുന്നത് 4 × 5000. എത്ര വരും? 5000. ഓക്കെ, 5000 എത്ര വരും? നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. 5000 ഇത് 4 കൂടി പ്ലസ് ചെയ്താലും മതി അല്ലേ. 5 + 10 10ഉം 20 വരും. 2 ക്യാരി ഫോർവേഡ് ചെയ്യുക. 2 + 2 4 4 + 6 8 10. അപ്പോൾ എത്ര വരും? 10,000 ടോട്ടൽ വരും. ഓക്കെ, ടോട്ടൽ എന്ന് പറയുന്നത് 10,000 ആണ്. ദെൻ ബോണി ഈസ് ആൻ ഇലക്ട്രിക് കാർ. പക്ഷെ ബോണി എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക് കാറാണ്. ദ എമൗണ്ട് പെയ്ഡ് ഫോർ എക്സ്ചേഞ്ച് ഡ്യൂറിങ് ഇറ്റ്സ് ഓൾ ഇന്ത്യ ടൂർ ആർ ഗിവൺ ബിലോ. അപ്പോൾ ഓൾ ഇന്ത്യ ടൂറിന് പോകുമ്പോൾ എന്ത് വേണം? കാർ ചാർജ് ചെയ്യണം അല്ലേ. അപ്പോൾ അതാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആകെ എത്ര രൂപ വരും? ആദ്യം നമുക്ക് നോക്കാം. ഫസ്റ്റ് ടൈം വരുന്നത് 3500 ആണ്. പിന്നെ വരുന്നത് 2000 ആണ്. പിന്നെ വരുന്നത് 3000 ആണ്. എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് പ്ലസ് ചെയ്ത് നോക്കുക. 5 വരും. ദെൻ 3 + 3 എത്രയാണ്? 6 6 + 2 8. അപ്പോൾ 8500 ആണ് ടോട്ടൽ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്തത് കുറച്ച് പാറ്റേൺ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. കാൽക്കുലേറ്റ് ദ പാറ്റേൺ. ഈ പാറ്റേൺ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 500 1000 1500. ഇവിടെ എത്രയാണ്? 500 ആണ് പ്ലസ് ചെയ്തുകൊണ്ട് ഓരോന്നും പോകുന്നത്. അങ്ങനെയാണെങ്കിൽ 1500ൻ്റെ കൂടെ നമ്മൾ 500 കൂടെ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് കിട്ടും അല്ലേ. എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 2000 ആണ് കിട്ടുന്നത്. എത്രയാണ്? 2000. നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ കൂടെ 500 ആഡ് ചെയ്യുക. 2500. പിന്നെ വരുന്നത് 3000. ദെൻ 3500. നെക്സ്റ്റ് 4000. ദെൻ 4500. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിളായിട്ട് നമുക്കറിയാം. നെക്സ്റ്റ് വേണമെന്ന് പറയുന്നത് 4000 6000 8000. ഇവിടെ വരുന്നത് എത്രയാണ്? 2000 ആണ് പ്ലസ് ചെയ്തുകൊണ്ട് പോകുന്നത്. അങ്ങനെ ആകുമ്പോൾ 8000ൻ്റെ കൂടെ നമുക്ക് എന്ത് ആഡ് ചെയ്യണം? 2000 ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? നമുക്ക് 10,000 കിട്ടും. ഓക്കെ, 10,000. പിന്നെ കിട്ടുന്നതോ 12,000. ദെൻ 40,000. ദെൻ 60,000 80,000 20,000. ഇങ്ങനെയാണ് കിട്ടുന്നത്. നെക്സ്റ്റ് വൺ 7,628 7,728 7,828. അവിടെ എന്താണ്? 100 ആണ് കൂടുന്നത് അല്ലേ. 100 ആണ് പ്ലസ് ആവുന്നത്. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് എത്ര വരും? 7,928 വരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 8,028 വരും. 8,128 വരും. പിന്നെ 8,228 വരും. 8,328 8,428 ഇങ്ങനെ വരും. നെക്സ്റ്റ് വൺ 2,222 3,333 4,444. അപ്പോൾ അടുത്ത എത്രയാവും? 5,555 6,666 7,777 then 8,888 9,999. നെക്സ്റ്റ് വരുന്നത് എത്രയാണ്? ഇതിൻ്റെ കൂടെ കൂട്ടുമ്പോൾ 11,110 ആയിട്ട് വരും. ദെൻ ഒരു 1 കൂടെ ഉണ്ട്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 9,400 ആണ്. പിന്നെ വരുന്നത് 9,300 ആണ്. അവിടെ എന്താണ്? മൈനസ് ഇ ആണല്ലേ. 100 മൈനസ് ചെയ്തിട്ടാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ 9,200ൻ്റെ കൂടെ 100 മൈനസ് ചെയ്യുമ്പോൾ 9,100 ആയിട്ട് മാറും. അതിനുശേഷം വരുന്നത് എത്രയാണ്? 9,000 വരും അല്ലേ. 9,000 വരും. പിന്നെ വരുന്നത് 8,900 വരും.
പിന്നെ 8800 വരും, പിന്നെ 8700 വരും, 8600 വരും. നെക്സ്റ്റ് വൺ 3021, 4132, 5243. ഇവിടെ എത്രയാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്? ഇവിടെ ഇത് കുറച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ മൈനസ് ആണ് വരുന്നത്. എത്രയാണ്? 1111 ആണ് മൈനസ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് അല്ല, പ്ലസ് ആണ് അല്ലേ, പ്ലസ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഓരോന്നും അതിൻ്റെ കൂടെ പ്ലസ് ചെയ്തിട്ട് കൊണ്ടുപോകണം. ഇപ്പോൾ ഈ ഒരു 8243യുടെ കൂടെ നമ്മൾ ഈ 1111 പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് കിട്ടുന്നത് 6354 കിട്ടും. അതിനുശേഷം കിട്ടുന്നത് 7465 കിട്ടും. ദെൻ പിന്നെ കിട്ടുന്നത് 8576 കിട്ടും. അതിനുശേഷം 9687 കിട്ടും. പിന്നെ കിട്ടുന്നത് 10079 കിട്ടും. ദെൻ 10180 കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് കറക്റ്റായിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് വൺ നോക്കാം നമുക്ക്. മൈ പാറ്റേൺസ് എന്നുള്ളതാണ് അടുത്തതായിട്ട് നമുക്ക് വരുന്നത്. ഇത്തരത്തിലുള്ള കുറച്ച് പാറ്റേൺസ് നമ്മളൊന്ന് എഴുതി കൊടുക്കണം. എങ്ങനെ എഴുതാം? നമുക്ക് എഴുതാം 1000. ഓക്കെ, 1000, 2000, 3000, 4000, 5000. സിമ്പിൾ വൺ ആയിട്ട് ഒരെണ്ണം എഴുതാം. നെക്സ്റ്റ് വൺ നമുക്ക് എഴുതാം 1000, 1500, 2000, 2500, 3000. ഓക്കെ, ഇനി വേറെ എന്ത് എഴുതാൻ വേണ്ടി പറ്റും? 2000, 4000, 2000 വെച്ച് ഡിഫറൻസിൽ എഴുതാം. ദെൻ 6000, 8000, 10,000. ഇനി മറ്റൊന്ന് എഴുതാം 1050, 1100, 1150, 1200, 1250. ഓക്കെ, അവിടെ 50 പ്ലസ് ചെയ്തുകൊണ്ട് നമുക്ക് എഴുതാം. ഇത്രയുമാണ് പാഠഭാഗം. പാഠഭാഗം കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടത് ഇതിലെ പ്രവർത്തനങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. നമുക്ക് നേരെ ഫസ്റ്റ് വണ്ണിലേക്ക് നോക്കാം. For the race, the organization committee had given numbers for 5000 to 5050 to the car. How many cars were in the race? എത്ര എണ്ണം ഉണ്ടാവും കൂട്ടുകാരെ? ഇവിടെ 5000 കൂടി കൂട്ടിയതാണ് അല്ലേ. അപ്പോൾ 5000 മുതൽ നമ്മൾ എഴുതി പോവുകയാണെങ്കിൽ 50 വരണമെങ്കിൽ എത്ര നമ്പർ വരണം? 50 വരണം അല്ലേ. 50 കൂടെ ആഡ് ആയതുകൊണ്ട് ഇതിൻ്റെ കൂടെ ഒന്നും കൂടെ കൂട്ടുക. അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് 51 നമ്പേഴ്സാണ് ഉണ്ടായിരിക്കുക. കൂട്ടുകാർ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക, നന്നായിരിക്കും. Next one, write 4-digit numbers using all the digits 5, 4, 0, 3. How many can you write? Draw the largest number in the abacus. Write these numbers in words. ഇവിടെ 2-3 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ 4 നമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് എത്ര നമ്പർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ അതിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് നമ്പർ അബാക്കസിൽ എഴുതണം, അതിനെ വേർഡ്സിലും എഴുതണം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഏതൊക്കെ നമ്പർ ആണെന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് എഴുതി നോക്കാം. ഓക്കെ, ഇവിടെ നിന്നാണ് ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ഏതൊക്കെ എഴുതാം? നമുക്ക് 4 വെച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. 4057, ദെൻ 4075, 4570. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 4705, 4750. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് 5000 വെച്ചുകൊണ്ടുള്ളതാണ്. 5000, 47, 5074, then 5407, 5470, 5740, then 5704. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് 7 വെച്ചുകൊണ്ടാണ്. 7045, 7054, 7405, 7450, 504, 7540,
ഓക്കെ, ഇത്രയുമാണ് വരുന്നത്. ഇനി ഇത് എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 നമ്പേഴ്സാണ് ഉള്ളത്. ഓക്കെ, സോറി 18 നമ്പേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ഒന്നുകൂടെ എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 കൂടെ വരുന്നുണ്ട്. ഒന്നും കൂടെ നമ്മൾ എഴുതാൻ മറന്നു പോയിട്ടുണ്ട്. ഏതാണെന്ന് നോക്കാം. 745 754 700 454 540. യെസ്, നമ്മൾ ഇവിടെ ഒരു നമ്പർ എഴുതാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ നോക്കിയപ്പോഴാണ് കണ്ടത്. ഏതാണെന്നറിയോ? 4507 എന്നുള്ള ഒരു നമ്പർ നമ്മൾ മിസ്സായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് എത്രയായി? ടോട്ടൽ 18 നമ്പേഴ്സ് കിട്ടി അല്ലേ? ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് 18 ആണ്. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് 18 എന്ന് എഴുതി കൊടുക്കുക. ഡ്രോ ദ ലാർജസ്റ്റ് നമ്പർ ഇൻ അബാക്കസ്. ഇതിൽ ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, 7540 ആണ്. അപ്പോൾ അബാക്കസിൽ നമുക്കൊന്ന് വരച്ച് നോക്കാം. ആദ്യം അബാക്കസ് വരയ്ക്കുക. ഇതിൽ വൺസ്, അതുപോലെ തന്നെ ടെൻസ്, 100, 1000. ഓക്കെ, 1 10 100 1000. ഇനി ഇവിടെ വൺസിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, 0 ആണ്. ടെൻസിൽ വരുന്നത് എത്രയാണ്? ടെൻസിൽ വരുന്നത് 4 ആണല്ലേ? അപ്പോൾ 4 നമുക്ക് വരച്ചു കൊടുക്കാം. 1 2 3 4. ഇനി 100ൽ വരുന്നത് 5 ആണ്. 1 2 3 4 5. 1000ൽ വരുന്നത് 7 ആണല്ലേ? 1 2 3 4 5 6 7. ഇനി ഇതിന് നമുക്ക് എന്ത് ചെയ്യണം? ഒന്ന് നമ്പറിൽ എഴുതി കൊടുക്കുകയും വേണം. ഇതിന് എത്രയെന്നാ പറയുക? 7500 540. ഓക്കെ, and 40 ഇങ്ങനെ എഴുതി കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നമുക്കിതിലെ തേർഡ് ക്വസ്റ്റ്യൻ ആണ് അടുത്തതായിട്ട് നോക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഇത് ഇറേസ് ചെയ്യുന്നുണ്ട്. നമുക്ക് സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ കൂട്ടുകാർക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇറേസ് ചെയ്തിട്ട് നമുക്ക് നേരെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നെക്സ്റ്റ് വൺ, തേർഡ് വൺ ആണ്. റൈറ്റ് ഓൾ നമ്പേഴ്സ് ഫ്രം 9999 to 10100 വിച്ച് ഹാവ് 0 ഇൻ ദ വൺസ് പ്ലേസ്. അപ്പോൾ 0 വൺസ് പ്ലേസിൽ വരുന്ന എത്ര നമ്പേഴ്സാണ് ഉണ്ടായിരിക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്പേഴ്സ് ആദ്യം എഴുതി നോക്കാം. ആദ്യം വരുന്നത് ഏതാണ്? 10,000 എന്നുള്ളത് വരും അല്ലേ? 10,000 വരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 10,010 എന്നുള്ളത് വരും. 10,020 വരും. 10,030, 10,040, 10,050, 10,060, 10,070, then 10,080, 10,090. നെക്സ്റ്റ് വരുന്നത് 10,100. ഇത്രയുമാണ് വരുന്നത്. എത്ര നമ്പേഴ്സ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 നമ്പേഴ്സാണ് വരുന്നത് അല്ലേ? എത്ര നമ്പേഴ്സാണ് വരുന്നത്? 11 നമ്പേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അവിടെ 11 നമ്പേഴ്സ് എന്ന് എഴുതി കൊടുക്കുക. നെക്സ്റ്റ് വൺ, കംപ്ലീറ്റ് ദ പാറ്റേൺസ് ബിലോ. താഴെ നമുക്കൊരു പാറ്റേൺ തന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. 1150, 1200, 1000 10,000 കേട്ടോ. 10,150, 10,200, 10,250. അപ്പോൾ ഇവിടെ എത്രയാണ് വരുന്നത്? +50 ആണ് വരുന്നത് അല്ലേ? +50 ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ 10,250 കഴിഞ്ഞ് കഴിഞ്ഞാൽ 10,300 വരും. then 10,350, 10,400, 10,450. നെക്സ്റ്റ് വരുന്നത് 10,500. ഓക്കെ, നെക്സ്റ്റ് വണ് നോക്കാം. നെക്സ്റ്റ് വണ് 1,500, 2,600, then 3,700 ആണ് വരുന്നത്. ഇനി അടുത്ത നമ്പർ എന്ന് പറയുന്നത് 4,800 ആണ്. അത് കഴിഞ്ഞാൽ 5,900 വരും. then 7,000 വരും. അത് കഴിഞ്ഞാൽ 8,100 വരും. അത് കഴിഞ്ഞാൽ 9,200 വരും. ഇവിടെ എത്രയാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്? 1,100 ആണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. +1,100 ആണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 40,500, 50,250, 60,000 ആണ് വന്നിട്ടുള്ളത്. അതിന് അടുത്തതായിട്ട് വരുന്നത് എന്താണെന്ന് കണ്ടുപിടിക്കണം. അടുത്ത നമ്പർ എന്ന് പറയുന്നത് അവിടെ വരുന്നത് നമ്മുടെ
750 ആണ്. ഇവിടെ എത്രയാണ് ആഡ് ചെയ്യേണ്ടത്? 750 ആണ് ആഡ് ചെയ്യേണ്ടത്. ഇനി അടുത്തതെന്ന് വരുന്നത് 7500 വരും. അതിനുശേഷം വരുന്നത് 8250 വരും. പിന്നെ വരുന്നത് 9000 വരും. അതിനുശേഷം 20,250 വരും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഫിഫ്ത്ത് വൺ ആണ് ഹൂ ആം ഐ എന്നുള്ളതാണ് അടുത്ത ചോദ്യമായിട്ട് വരുന്നത്. എ നമ്പർ ബിറ്റ്വീൻ 4000 and 5000, the number is in the ones place is doubled in the number in the 1000 place. അവിടെ എന്താ പറയുന്നത് നമ്മളുടെ അടുത്ത്? ഇവിടെ കുറച്ച് ഒരു നമ്പറാണ്, നമ്പർ ഗെയിം ആണല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള നമ്പർ ഗെയിം നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഈ നമ്പർ വരുന്നത് 4000-ൻ്റെയും 5000-ൻ്റെയും ബിറ്റ്വീൻ ആണ് വരുന്നത്. ഈ നമ്പറിൻ്റെ വൺസ് പ്ലേസിലുള്ളതിൻ്റെ ഡബിൾ ആയിരിക്കും 1000 പ്ലേസിലുള്ള സംഖ്യ എന്ന് പറയുന്നത്. അതുപോലെ ടെൻസ് പ്ലേസിലുള്ളതിൻ്റെ ഹാഫ് ആയിരിക്കും 1000 പ്ലേസിൽ ഉള്ളത്. ഇതിൻ്റെ സം എന്ന് പറയുന്നത് 90 ആണ് സമ്മായിട്ട് വരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് എന്താണ്? 90 സമ്മായിട്ട് വരുന്ന കുറച്ച് നമ്പേഴ്സ് നോക്കണം അല്ലേ, എന്നാലാണ് നമുക്ക് ഇതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് 4000-ൻ്റെയും 5000-ൻ്റെയും ബിറ്റ്വീൻ ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ 4 to 5-ൻ്റെ ഇടയിലുള്ള ഒരു നമ്പർ ആയിരിക്കും വരുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ ഇടയിലുള്ള നമ്പർ ആയിരിക്കും. ഇപ്പോൾ 4 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, 4 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്താ 5 വിചാരിക്കാത്തതെന്ന്. നമ്മളുടെ അടുത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇവിടെ. എന്താണ്? നമ്മുടെ 1000-ൻ്റെ പ്ലേസിലുള്ളതിൻ്റെ ഹാഫ് ആയിരിക്കും 10-ൻ്റെ പ്ലേസിലുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ വൺസിൻ്റെ പ്ലേസിലുള്ളത് അതിൻ്റെ ഡബിൾ ആയിരിക്കും. ഇപ്പോൾ 5 ആണെങ്കിൽ വൺസിൻ്റെ പ്ലേസിൽ ഡബിൾ ആയിട്ട് വരണമെങ്കിൽ 10 വരണം അല്ലേ. 10 വൺസിൻ്റെ പ്ലേസിൽ വരാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് കിട്ടി 4 എന്ന് തന്നെയാണെന്ന് കിട്ടി. ഇനി ഇതിൻ്റെ ഡബിൾ ആണ് വൺസിൻ്റെ പ്ലേസിൽ വരുന്നത്, അഥവാ 8 ആണ് അതിൻ്റെ ഡബിൾ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ രണ്ടെണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നത് എത്രയാണ്? 8ഉം 4ഉം കിട്ടുന്നത് എത്രയാ? 12 ആണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ 19 ആവണമെങ്കിൽ എത്ര നമുക്ക് ബാക്കിയുണ്ട്? 7 ബാക്കിയുണ്ട് അല്ലേ. 7 ബാക്കിയുണ്ട്. ഇനി നമ്മളുടെ അടുത്ത് വേറൊരു ഹിൻസും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? ഈ 1000-ൻ്റെ പ്ലേസിലുള്ളതിൻ്റെ ഹാഫ് ആണ് എന്ത് പറയുന്നത്? 10-ൻ്റെ പ്ലേസിലുള്ളത്, അഥവാ ഇവിടെ ഇതിൻ്റെ ഹാഫാണ്. 4-ൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 2 ആണ്. ഇനി ഇത് 3ഉം കൂടെ കൂട്ടി നോക്കൂ. 8ഉം 2ഉം 10, 10ഉം 14. ഇനി എത്ര ബാലൻസ് ഉള്ളത്? 5 ആണ്. അപ്പോൾ 5 എന്ന് എഴുതി കൊടുക്കുക. ഇനി ഇത് 3ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 19 ഉത്തരം കിട്ടണം. അതുപോലെ 4000-ൻ്റെയും 5000-ൻ്റെയും ബിറ്റ്വീൻ ആണ് ഈ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം കറക്റ്റായി. ഉത്തരം എന്ന് പറയുന്നത് 4528 ആണ്. നെക്സ്റ്റ് വൺ നോക്കാം. ഫൈൻഡ് ദ നമ്പർ സ്റ്റാർട്ടിംഗ് ഫ്രം 9999. ഇഫ് വി സബ്സ്ട്രാക്ട് 1000 again and again, what would be the 8th number എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? നമ്മളുടെ ഈ നമ്പറായിട്ടുള്ള 9999 നമ്മൾ 1000 വെച്ചുകൊണ്ട് മൈനസ് ചെയ്യാണ്, സബ്സ്ട്രാക്ട് ചെയ്യുകയാണെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ 8th പൊസിഷനിൽ കിടക്കുന്ന നമ്പർ ഏതായിരിക്കും? അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇതൊന്ന് സബ്സ്ട്രാക്ട് ചെയ്ത് നോക്കണം അല്ലേ, എങ്കിൽ മാത്രമേ നമുക്കത് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ആദ്യം വരുന്നത് 999 വരും. അതിൽ നിന്ന് 1000 സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ 8999 വരും. പിന്നെ 7999 വരും. 6999 വരും. 5999, 4999, then 3999, 2999, പിന്നെ വരുന്നത് 1999. ഇത്രയുമാണ് വരുന്നത്. ഇതിൻ്റെ 8th പൊസിഷനിലുള്ള നമ്പർ ഏതാണ്? 1 2 3 4 5 6 7 8. ഏതാണ്? ഇതാണ് ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഉത്തരം കിട്ടി 2999 ആണ്. Then if we subtract 10 instead, what would be the 5th number? ഇപ്പം നമ്മൾ 10 വെച്ചുകൊണ്ടാണ് ഇത് സബ്സ്ട്രാക്ട് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ 5th നമ്പറായിട്ട് വരുന്നത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതെങ്ങനെ സബ്സ്ട്രാക്ട് ചെയ്യാം? ആദ്യം വരുന്നത് ഏതാണ്? എങ്ങനെ വരും അത്? ആദ്യം നമുക്ക് എഴുതി നോക്കാം. 9999 അല്ലേ. അതിൽ നിന്ന് 100 സബ്സ്ട്രാക്ട് ചെയ്യാണ്. 100 ആണ് സബ്സ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ 989 വരും. 9899, ദെൻ 9799, 9699, 9599,
9499 ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത് ഫിഫ്ത്ത് നമ്പറാണ് ചോദിച്ചിട്ടുള്ളത്. 1 2 3 4 5. ഫിഫ്ത്ത് നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? ഇതാണല്ലേ. ഏതാണ്? 9499 ആണ് ഫിഫ്ത്ത് വൺ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് പോവാൻ നമുക്ക് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ അടുത്ത് ഉണ്ടാക്കാനും പറയുന്നത് കേട്ടോ. സെവൻത്ത് വൺ, എമംഗ് ദ നമ്പേഴ്സ് ബിറ്റ്വീൻ 1000 and 1100 ഹൗ മെനി നമ്പേഴ്സ് എൻഡ് ഇൻ 0? അഥവാ 1000 മുതൽ 1100 വരെയുള്ള നമ്പേഴ്സിൽ എത്ര നമ്പറാണ് 0യിൽ എൻഡ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ആദ്യം ജസ്റ്റ് എഴുതി നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 1000 ആണല്ലേ. പിന്നെ വരുന്നത് 1010 വരും, 1020, 1030, 1040, 1050, 1060, 1070, 1080, 1090, 1100. എത്ര നമ്പേഴ്സ് വരുന്നുണ്ട്? 1 2 3 4 5 6 7 8 9 10 11 നമ്പേഴ്സ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ 11 നമ്പേഴ്സ് ആണ് 0 ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് എയ്ത്ത് വൺ ആണ്. ഇഫ് യു റൈറ്റ് നമ്പേഴ്സ് ഫ്രം 1 to 50 ഹൗ മെനി ടൈംസ് വാട്ട് വുഡ് ബി റൈറ്റ് 2? 1 മുതൽ 50 വരെയുള്ള നമ്പേഴ്സ് നമ്മൾ എഴുതുകയാണെങ്കിൽ അതിൽ എത്ര പ്രാവശ്യമാണ് 2 എന്നുള്ള നമ്പർ വരുന്നത്? എത്രയാണ്? അതിന് നമ്മൾ എഴുതി നോക്കണം. ഓക്കെ, ഇവിടെ നമുക്ക് എഴുതാം, മേലെ എഴുതി കൊടുക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് 2 ആണല്ലേ. 2 വരും. അതിന് ശേഷം വരുന്നത് ഏതാണ്? 12 വരും. 12 വരും. പിന്നെ വരുന്നത് 20 ആണ്. ദെൻ 21, 22, 23, 24, 25, 26, 27, 28, 29, ദെൻ 32, 32 കഴിഞ്ഞാൽ 42, 52, 62. 42 വരെ മതി അല്ലേ. നമുക്ക് 50 ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 42 ആണ് നമ്മൾ നോക്കേണ്ടത്. ഇനി ഇതിൽ എത്ര പ്രാവശ്യം 2 വരുന്നുണ്ട് കൂട്ടുകാരെ? ഒന്ന് നോക്കി നോക്ക്. 1 2 3 4 5 6 7 8 9 10 11 12 13 14. ഇവിടെ എന്താണ്? 2 2 ഒരുമിച്ച് വരുന്നുണ്ട്. അപ്പോൾ 15 ആണ് വരുന്നത്. നെക്സ്റ്റ് വൺ നോക്കാം. വാട്ട് വുഡ് ബി റൈറ്റ് ടു 100? ഇത് 100 വരെ എഴുതുകയാണെങ്കിൽ എത്ര എണ്ണം വരും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 42 കഴിഞ്ഞതിന് ശേഷമുള്ളത് നമുക്ക് എഴുതി നോക്കാം. 42 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 52, 62, 72, 82, 92, ദെൻ വരുന്നത് ഏതാണ്? 92 വരെ വരുന്നുള്ളൂ. അപ്പോൾ 1 2 3 4 5. ഇവിടെ 5 വന്നു. അപ്പോൾ 15 + 5 എന്ന് പറയുന്നത് 20 ടൈംസ് വരുന്നുണ്ട്. 20 ടൈംസ് ആണ് വരുന്നത്. നെക്സ്റ്റ് വൺ, ഇഫ് യു കൗണ്ട് ദ 3s ഇൻസ്റ്റെഡ് ഓഫ് 2s വാട്ട് വുഡ് ദ നമ്പർ ബി സെയിം? ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ 2 അല്ല 3 ആണെങ്കിൽ എത്ര വരും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ് വരുന്നത്? 3 ആണെങ്കിൽ നമുക്ക് ആദ്യം 3 വരും. പിന്നെ വരുന്നത് 13 വരും. പിന്നെ 23 വരും. പിന്നെ 30 വരും. 31, 32, 33, 34, 35, 36, 37, 38, 39, 43, 53, 63, 73, 83, 93, ദെൻ 93 വരെ വരും അല്ലേ. അപ്പോൾ കൂട്ടുകാർ നോക്കി നോക്ക്. 100 വരെ ഉള്ളതാണെങ്കിൽ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 90. 90യും ഈ 2 3യും. അപ്പോൾ എത്രയായി? 20 വരെ വരുന്നുണ്ട്. ഇനി അതല്ല 50 വരെ ആണെങ്കിൽ വരുന്നത് 50 ടൈംസ് ആയിരിക്കും. ഓക്കെ, 100 വരെ ആണെങ്കിൽ അത് 20 ടൈംസ് വരും. അതുപോലെ 50 വരെ ആണെങ്കിൽ അത് 15 ടൈംസും വരും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് വീഡിയോ ഇത്രയും ലെങ്തി ആയത്. കൂട്ടുകാർക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിലെ കുറച്ച് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന കുറച്ച് പാട്ടുണ്ട്. അത് കൂട്ടുകാർ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഹൗ മെനി നമ്പേഴ്സ് എന്നുള്ളതാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.